ആണ്. ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം മദറിൻലോ ആണ്, എന്നിരുന്നാൽ പോലും ടീച്ചറിൻ്റെ ആ സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സ്റ്റിൽ എന്നെ പഠിപ്പിക്കുമല്ലേ, ടീച്ചർ സ്ഥാനം കൊടുത്തല്ലേ പറ്റൂ. ആണ്. അപ്പം ചേട്ടനടുത്ത് എനിക്ക് ചോദിക്കാനുള്ള, അമ്മ ശരിക്കും നല്ലൊരു ഗുരുവല്ലേ? ചേച്ചിയുടെ അമ്മ ശരിക്കും ഒരു ഗുരുവല്ലേ? നല്ല പിന്നെ അതല്ലേ ഇവിടുത്തെ തുടക്കമേ. അതെ. പിന്നെ അല്ലാതെ അപ്പം എന്താണ് ആ പറയാനുള്ളത് താര മാമിനെ കുറിച്ച്? താരാവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അല്ലെങ്കിൽ 2 ടീച്ചേഴ്സിൻ്റെ കൂടെ വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. എനിക്കറിയാം ടീച്ചർമാരുടെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെയായിരിക്കും. ഒറ്റ മകളായിട്ട് എല്ലാവരും സ്നേഹിക്കാനും അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നൊരു മനസ്സ് ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ പറയണേ, ഒരു വലിയ കാര്യമല്ലേ? ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? ഇനി അങ്ങനെ വലിയ കാര്യം അല്ലാത്ത സംഭവമായിട്ട് എനിക്ക്, അതായത് ഇപ്പോൾ വേറൊരാൾ അങ്ങനെ കണ്ടാലേ എനിക്കറിയാമോ. എനിക്ക് സൗഭാഗ്യമല്ലേ അറിയാമോ, സൗഭാഗ്യം ആയതുകൊണ്ട് എങ്ങനെയാണ്. അപ്പം അത് സൗഭാഗ്യയുടെ വലിയൊരു മനസ്സാണെന്ന് പറഞ്ഞാൽ അതല്ലാത്തൊരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യലോ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഒറ്റ മോനല്ലല്ലോ, ഞാൻ സൗഭാഗ്യയുടെ എല്ലാ കാര്യത്തിനും ഒരുമിച്ചില്ലേ. അപ്പം ഇതിലെന്താണ് നമ്മൾ തമ്മിൽ ഡിഫറൻസ് എന്നാണ് എൻ്റെ ചോദ്യം. ആണ്. അത് പിന്നെ ആരും സാധാരണ ഭയങ്കര യങ് ആയിട്ടുള്ള കുട്ടികൾ ഭയങ്കര വിഷയക്കാരാണെന്ന് പറയില്ലേ. പക്ഷെ അർജുൻ ചേട്ടൻ അങ്ങനെയല്ല, ഭയങ്കര പാമ്പേർഡായിട്ട് അങ്ങനെയല്ല വളർന്നത്. ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. എല്ലാ യങ്ങർ ചൈൽഡിനെ പോലെ അല്ല അർജുൻ ചേട്ടൻ.